ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അനന്തരാമൻ അജയ് എന്ന ഒരാളാണ് ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഞാൻ ശരിക്കും ഇത് കാണുന്നത്. ഇന്നലെ രാത്രി ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ഇങ്ങനെ കാണുകയുണ്ടായി. അപ്പോൾ ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ കണ്ടു നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഷോർട്ട് ഫിലിം. ഏകദേശം 40 മിനിറ്റ് ഉണ്ട്. 40 മിനിറ്റും ബോറടിക്കാതെ വളരെ ത്രില്ലിംഗ് ആയ രീതിയിൽ ഇതെടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണ്ടിരിക്കണം. അതായത് നിങ്ങൾക്ക് ഹൊറർ, ഇച്ചിരി പേടിപ്പിക്കുന്ന സിനിമകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഷോർട്ട് ഫിലിമാണ് ഗ്രാനി. ഏകദേശം ഒരു 75 വയസ്സുള്ള ഒരു സ്ത്രീയെ നോക്കാൻ ചെല്ലുന്ന ഹോം നേഴ്സ്, അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അതായത് ഗ്രാനി, അമ്മൂമ്മയെ നോക്കാൻ ചെല്ലുന്ന ഒരു യുവാവ്, അതിനുശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഷോർട്ട് ഫിലിം പറയുന്നത്. ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കുള്ളൂ ആ വീട്ടിൽ. എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡ്രാക്കുള കോട്ടയിലേക്ക് ഡ്രാക്കുളയെ കാണാൻ വേണ്ടി ചെല്ലുന്ന നമ്മുടെ നോവലിസ്റ്റ് ഉണ്ടല്ലോ, ഡ്രാക്കുള നോവൽ വായിച്ചവരാണെങ്കിൽ അറിയാം, അങ്ങനെ ഒരു രീതിയിലേക്ക് ഒക്കെയാണ് ഇത് തുടങ്ങുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഷോർട്ട് ഫിലിം റിലീസായിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണണം. ഇത് നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. രാത്രി കാണുന്നതായിരിക്കും നല്ലത്, ഹെഡ്സെറ്റൊക്കെ വെച്ച്. 2 ആക്ടേഴ്സേ ഇതിലുള്ളൂ. എന്നിട്ടും വളരെ എൻഗേജിങ് ആയി 40 മിനിറ്റ് നമ്മളെ ത്രില്ലിൻ്റെ മുനയിൽ നിർത്തുന്ന ഒരു നല്ല ഷോർട്ട് ഫിലിമാണിത്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി. കാരണം ഇതാരും മിസ് ചെയ്യരുത്. വളരെ മനോഹരമായൊരു ഷോർട്ട് ഫിലിമാണ്. മലയാളത്തിൽ ഒത്തിരി ഷോർട്ട് ഫിലിംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും ഇതെൻ്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി ഷോർട്ട് ഫിലിം ഉറപ്പായിട്ടും കാണണം, ഗ്രാനി. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഹാപ്പി എൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.